ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നലെ പ്രഭാതത്തിൽ നാം ധ്യാനിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് പ്രതീക്ഷിക്കട്ടെ. ഇത് ഒരു ബൈബിൾ സ്റ്റഡി തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ബൈബിൾ സെമിനാരികളിൽ കിട്ടുന്നതിലും വ്യത്യസ്തവും ശക്തവും രുചികരവുമായ വചന വെളിപ്പാടുകൾ ഇതിലൂടെ കിട്ടും. തുടർമാനമായിട്ട് നോട്ട് എഴുതി പഠിക്കുന്നവരുണ്ട്. ചില അച്ഛന്മാർ എന്നോട് പറഞ്ഞു, ഞങ്ങളിത് എഴുതി 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 സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്കത് പഠിക്കാം. ദൈവം തരുന്നതാണ്. എൻ്റേതല്ലിത് ദൈവം തരുന്നതാണ്. ഇത് ലൈവാണ്, ഓൺലൈനാണ്. ഇത് പറയുമ്പോഴാണ് ഇതിന്റെ പ്രകാശനം വരുന്നത്. വിധി കേട്ടാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 30 യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് അതിവേദനയുടെ സമയത്ത് വെള്ളം ചോദിച്ചു. ദാഹത്തിന്റെ പാരമ്യം കാണണോ? നിങ്ങൾ ആ ക്രൂശിലോട്ട് നോക്കും. ഇതിനു മുമ്പൊരിക്കൽ യേശു വെള്ളം ചോദിച്ചു. അത് ശമരിയായിലെ കിണറ്റിന്റെ കരയിൽ വെച്ച്. അവിടെ നാം കാണുന്നത് വെള്ളം കൊടുത്തില്ല എന്നുള്ളതാണ്. ജാതി പ്രശ്നം പറഞ്ഞ് വെള്ളം കൊടുത്തില്ല. മതം അതിനെ തടഞ്ഞു. എന്നാൽ മാർഗം അതിനെ തുറന്നു. ദൈവത്തിന് സ്തോത്രം. മതം തടഞ്ഞതിനെ മാർഗം തുറക്കും. ക്രിസ്തു മാർഗം, അത് തുറവിയുടെ മാർഗം. പിശാചടച്ചതിനെ, മതമടച്ചതിനെ, ലോകമടച്ചതിനെ, മനുഷ്യരടച്ചതിനെ സുവിശേഷത്താൽ തുറക്കുകയാണ്. ഇവിടെ ഇതാ വേദനയുടെ നടുവിൽ വെള്ളം ചോദിക്കും. ഇതിനു മുമ്പ് നട്ടുച്ച വെയിലത്ത് ദാഹം കൊണ്ട് പൊരിഞ്ഞ് ശമരിയയിലെ കിണറ്റിന്റെ കരയിൽ ഇരുന്ന് ശമരിയ സ്ത്രീയോട് വെള്ളം ചോദിച്ചപ്പോൾ മതം അത് തടഞ്ഞു. എന്നാൽ ക്രിസ്തു അന്നൊരു പ്രോമിസ് പറഞ്ഞു, ഞാൻ നിനക്ക് വെള്ളം തരാം. നിനക്ക് മാത്രമല്ല, നിന്റെ തലമുറയ്ക്കും കൊടുക്കും. അതിന് നീ നടക്കണ്ട, ഓടണ്ട, കോരൻ. അവള് അത്ഭുതപ്പെട്ടു പോയി. അതെന്തൊരു വെള്ളം! അത് ജീവജലമാണ്. അവൾ ചോദിച്ചത്, എന്റെ പാത്രം ഇല്ലല്ലോ. യേശു തന്നെയാ പാത്രം. ഇന്ന് ഞാനും നിങ്ങളും പാത്രമാണ്. യേശുവിൽ നിന്ന് ജീവജലം കോരി അനേകർക്ക് കൊടുക്കുന്ന പാത്രങ്ങളാണ് ഞാനും നിങ്ങൾ. ദൈവത്തിന് മഹത്വം. ഇപ്പോൾ ഇതാ കുരിശിൽ കിടന്നുകൊണ്ട് ദാഹിച്ചു. എനിക്ക് ദാഹിക്കുന്നു. അത് കേൾക്കാൻ മനക്കെട്ടിയില്ല. എന്റെ ദാഹം തീർത്തവൻ, ലേലുയ ലേലുയ. അനേകരുടെ ദാഹം തീർത്തവൻ കുരിശിൽ വെച്ച് പറയുക, എനിക്ക് ദാഹിക്കും. അപ്പോൾ അവർ അവന് പുളിച്ച വീഞ്ഞു കൊടുത്തു. കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു. ആ കൊടുത്ത പാനീയമൊക്കെ അവിടുത്തെ ഈ കൊലക്കളത്തിലെ ഒരു രീതിയാണെന്ന് മാത്രം തൽക്കാലം ചിന്തിക്കുക. ആ മരിക്കുന്ന സമയത്ത് മരിക്കുകയല്ല, വാസ്തവത്തിൽ ജീവൻ കൊടുക്കുക, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ സമയത്ത് ഒരു വാക്ക് പറഞ്ഞു, ഫിനിഷ്ഡ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായി, നിവൃത്തിയായി. ഈ വിധിയാണ് ഞങ്ങൾ ഇന്ന് ഘോഷിക്കുന്നത്. ലോകം മുഴുവനും, എല്ലാ ഭാഷക്കാരുടെ ഇടയിലും ഞങ്ങൾക്ക് പറയാൻ ഒരു വിധിയുണ്ട്. അത് സുപ്രീം കോടതി വിധിക്ക് മുകളിലൊരു വിധി, ദൈവരാജ്യത്തിന്റെ വിധി, സ്വർഗീയ കോടതിയുടെ വിധി. അത് ഞങ്ങൾ പ്രസിദ്ധമാക്കുന്നു. കർത്താവ് കുരിശിൽ വെച്ച് പറയുന്നു, ഫിനിഷ്ഡ്. എന്താണത്? മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയുള്ള
സകല പ്രയത്നങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ആരും അതിനു വേണ്ടി ഒന്നും ചെയ്യണ്ട. എല്ലാം ചെയ്തു ക്രൂശിൽ, എല്ലാം തീർത്തു ക്രൂശിൽ, എല്ലാം പൂർത്തിയായി ക്രൂശിൽ, എല്ലാം നിവൃത്തിയായി ക്രൂശിൽ. യാഗം നിവൃത്തിയായി, പെരുന്നാൾ നിവൃത്തിയായി, കർമ്മം നിവൃത്തിയായി, വഴിപാടുകൾ നിവൃത്തിയായി, എല്ലാം നിവൃത്തി. അത് ഞങ്ങൾ പ്രഘോഷിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.